welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിൻ്റെ സെക്കൻഡ്. അതായത് നമ്മൾ ഓൾറെഡി കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ, ഞാനൊരു പ്രത്യേക പ്ലേലിസ്റ്റ് ഇടുന്നുണ്ട്, റിവിഷൻ +1 റിവിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഓരോ ലെസൺസിൻ്റെയും ഇങ്ങനെയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഓരോ ലെസണിൽ പോയിട്ട് അവർ എക്സ്ട്രാ ക്വസ്റ്റ്യൻ തപ്പണമെന്നില്ല, ഇതെല്ലാം ഉണ്ടാവും നമുക്കിപ്പോൾ റിവിഷനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ നിന്ന് കൂടുതൽ. ഇതൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് എന്തൊക്കെ പോയിൻറ്റ്സ് എഴുതണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു റിമൂവ് a loosely bound electron from an isolated gaseous atom. എത്ര കുറച്ച് എനർജി കൊടുത്താലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണ് പെട്ടെന്ന് പോവുക? ആ കൊടുക്കുന്ന എനർജിയെ എന്താ പറയുക? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. ചെറിയ സൈസുള്ള, അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം താഴേക്ക് വരുമ്പം ആറ്റത്തിൻ്റെ സൈസ് കൂടിയിട്ടാണ് വരിക അല്ലേ? താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും. സൈസ് കൂടുന്നതിനനുസരിച്ച് എന്താ, ഈ ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ടു ദി ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിനെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. കാരണം കുറച്ച് എനർജി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അതങ്ങ് പോയിക്കോളും. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാം സൈസ് കുറഞ്ഞ് അതായത് എത്ര എനർജി കൊടുത്താലാണ് അവർ, ഇപ്പോൾ കുറച്ച് എനർജി കൊടുത്താൽ മതി ഡൗൺ ദി ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സൈസ് കുറഞ്ഞ് പോവുക. കുറയുക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെയും ഈ അട്രാക്ഷൻ കൂടുകയാണ്. അപ്പം നമ്മൾ ഹൈ അയണൈസേഷൻ എനർജി കൊടുക്കണം, നല്ല എനർജി കൊടുത്താലേ അവർ പുറത്തേക്ക് പോകുള്ളൂ. സോ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് എക്രോസ് ദ പീരിയഡും അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പാണ്. ഇതിങ്ങനെ തന്നെ ചോദിക്കും, ഗ്രാഫ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ചോദിക്കാം. അപ്പോൾ ഇത് ഇത്രയും കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ. ഇനി എന്താ വെച്ചാൽ നൈട്രജൻ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ. ഇനി ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഈസ് ഹാവിങ് മോർ അയണൈസേഷൻ എൻതാൽപ്പി, നൈട്രജൻ ഓർ ഓക്സിജൻ? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, മാം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വരുമ്പം സൈസ് കുറയും. അതായത് ഇത് നൈട്രജൻ കഴിഞ്ഞാൽ നമുക്കറിയാലോ, നൈട്രജൻ, ഓക്സിജൻ, പീരിയോഡിക് ടേബിൾ ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബേറിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, ഇങ്ങോട്ടേക്ക് പോകുമ്പം സൈസ് കുറയുന്നു, അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുക, ഓക്സിജനാണ് കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി. അല്ല, അതിന് ഒരു റീസൺ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്തെടുക്കുമ്പം അതിൽ കുറച്ച് എക്സെപ്ഷൻ ഉണ്ടാവും. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം തന്നെ നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അത് ഏത് എലിമെൻ്റ് ആയിക്കോട്ടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങ് എഴുതുക. നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. നൈട്രജനും ഓക്സിജനും പിന്നെ ഹൈഡ്രജൻ, ഹീലിയം, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർബൺ, അവരുടെയൊക്കെ ആറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പോൾ നൈട്രജൻ 7. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. അതവിടെ നിൽക്കട്ടെ. ഇനി ഓക്സിജൻ, ഓക്സിജൻ ഇസ് 8 ഓക്സിജൻ ആണ്. അപ്പോൾ നമുക്കറിയാം 1s2 2s2 2p4 5 6 7 8. ഓക്കെ, ഇങ്ങനെയാണല്ലോ ഉള്ളത്. ഇനി ഈ നൈട്രജൻ്റെ പി ഓർബിറ്റിലും ഇതിൻ്റെ പി ഓർബിറ്റിലും നോക്കുക. നമുക്ക് പഠിച്ചിട്ടുണ്ട് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആർ ഹാവിങ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അപ്പം ഇനി അടുത്ത പോയിൻ്റ് എഴുതുക. From this we have seen that the p orbital of nitrogen is half filled and it is more stable than incompletely filled p orbital of oxygen. So ionization enthalpy of nitrogen is greater than that of, എന്തായിരിക്കും, കൂടുതൽ എനർജി കൊടുത്താലേ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് പോവുള്ളൂ. ഒന്നെങ്കിൽ അത് പറയാം. ഇനി ഇതേപോലെ തന്നെ വേറൊന്നിൽ എക്സാമ്പിൾ കണ്ടതാണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേറൊരു തരത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്, അതും കറക്റ്റ് തന്നെയാണ്. അതായത് ഇൻ ദിസ് വി ഹാവ് സീൻ ദറ്റ് ഈ പിയിൽ 4 ഇലക്ട്രോൺ ഉണ്ട്, 2pയിൽ. ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്.
So the repulsion between the electrons in p orbital is more in oxygen compared to nitrogen. നൈട്രജനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജനിൽ റിപ്പൾഷൻ കൂടുതലാണ്. കാരണം ചെറിയ സൈസുമാണ്, മോർ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ പി ഓർബിറ്റൽ. സോ ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. അതൊരു റീസൺ. പക്ഷേ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ദ പി ഓർബിറ്റൽ ഓഫ് നൈട്രോജൻ ഇസ് ഹാഫ് ഫിൽഡ് വിച്ച് ഇസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് പി ഓർബിറ്റൽ. സോ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രോജൻ ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. നൈട്രോജൻ ഓർ ഓക്സിജൻ വിച്ച് ഈസ് ഹാവിങ് മോർ അയണൈസേഷൻ എൻതാൽപ്പി. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒറ്റ കാര്യമുള്ളൂ നൈട്രോജൻ, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽ. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഇപ്പോൾ ഓരോ കോൺസെപ്റ്റും നമുക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ പഠിപ്പിച്ചതാണ്, പഠിച്ചിട്ടും ഉണ്ടാവും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. ക്ലോറിനെക്കാട്ടും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അത് എനർജി റിലീസ്ഡ് when an element accept one electron, or the tendency of an atom to accept one electron. ആ സമയത്ത് വരുന്ന എനർജി ചേഞ്ചിനാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക ആരാണ്? സൈസ് കൂടിയ ആളാണോ സൈസ് കുറഞ്ഞ ആളാണോ? അതായത് താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും അല്ലേ? അവർക്കാണോ ചെറിയ ആൾക്കാർക്കാണോ? പെട്ടെന്ന് ചെറിയ ആൾക്കാർക്കല്ലേ പെട്ടെന്ന് സൈസ് ഇലക്ട്രോൺ എടുക്കാൻ പറ്റുക. കാരണം പെട്ടെന്ന് തന്നെ വരുന്ന ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക ഈ ചെറിയ ആൾക്കാരാണ്, ബിക്കോസ് ന്യൂക്ലിയസ് ഉണ്ട് നടുക്കിൽ. സോ ഇറ്റ് ഹാസ് ആൻ അട്രാക്റ്റീവ്. അപ്പം നമുക്കറിയാം താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താവും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാം സൈസ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. സോ ഇലക്ട്രോണിൻ്റെ ഗെയിൻ എൻതാൽപ്പി കൂടും. ഓക്കെ, ഇൻക്രീസസ്. അപ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ. അപ്പോൾ നമ്മൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യുക? ഫ്ലൂറിൻ്റെ താഴേക്ക് വരുമ്പം ആർക്കാണ്? ക്ലോറിനാണ് സൈസ് കുറയുന്നത് കമ്പയർഡ് ടു ഫ്ലൂറിൻ അല്ലേ? ഫ്ലൂറിൻ താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും. ഫ്ലൂറിൻ അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, എസ്റ്റാറ്റിൻ എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഫ്ലൂറിന് സൈസ് ചെറിയ സൈസ്, പിന്നെ അതിനേക്കാളും വലുത് ക്ലോറിൻ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? ഫ്ലൂറിനാണ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പക്ഷേ നമ്മൾ എന്താ കാണുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ലെസ്സാണ്. എന്തുകൊണ്ട്? അതെന്താ വെച്ചാൽ അപ്പോഴും നമ്മൾ എന്തെഴുതണം? നമുക്ക് ആദ്യം ഫ്ലൂറിൻ, ഫ്ലൂറിൻ 9, ക്ലോറിൻ 17, 1s2, 2s2, 2p6, 7, 8, 2p5. ഓക്കെ, ഒക്കത്തിനും 8 ഇലക്ട്രോൺസ് അല്ല. 1s2, 2s2, 2p6, 3s2, 3p5. കണ്ടോ? ദ ഫ്ലൂറിൻ, ഇനി പറയേണ്ട റീസൺസ് ഞാൻ പറഞ്ഞു. ഫ്ലൂറിൻ ഹാസ് 2 ഷെൽസ് ആൻഡ് ദ ഇൻകമിങ് ഇലക്ട്രോൺ ഹാസ് ടു ബി അക്കോമഡേറ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെൽ ആണല്ലോ. ആസ് ദ റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ഷെല്ലിൻ്റെ റേഡിയസ് ഇസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് തേർഡ് ഷെൽ. സോ ദ ഇൻകമിങ് ഇലക്ട്രോൺ ഹാസ് ടു ഫേസ് മോർ റിപ്പൾഷൻ. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ഷെല്ലും തേർഡ് ഷെല്ലും നോക്കുമ്പോൾ സൈസ് ഓഫ് ദി സെക്കൻഡ് ഷെല്ലാണ് വളരെ കുറവ്. സോ ദ ഇൻകമിങ് ഇലക്ട്രോൺ എന്തായിരിക്കും? മോർ റിപ്പൾഷൻ ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഇൻക്രീസ്ഡ്. അപ്പം ഇതിൻ്റെ ബിക്കോസ് ഓഫ് ഓൾറെഡി ഈ ചെറിയ ഷെല്ലിൽ ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ മോർ റിപ്പൾഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഫ്ലൂറിൻ ഹാസ് എ ലെസ്സർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺ. പക്ഷേ ക്ലോറിൻ്റെ കേസിൽ വലിയ ഷെല്ലാണ്, തേർഡ് ഷെല്ലല്ലേ. അപ്പോൾ എന്താ? അതിന് കൂടുതൽ പെട്ടെന്ന് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫ്ലൂറിൻ്റെ എല്ലാത്തിലും ഇങ്ങനെ ഓരോ എക്സെപ്ഷൻസ് കാണും. അപ്പം വിച്ച് ഈസ് ഹാവിങ് മോർ ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഒറ്റയടിക്കാം ഫ്ലൂറിൻ, ഫ്ലൂറിൻ ചെറിയ സൈസ് കിടക്കട്ടെ, ഫ്ലൂറിൻ അല്ല, ക്ലോറിൻ ഇസ് ഹാവിങ് മോർ ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും. വൈ? ബിക്കോസ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ എന്നിട്ട് ഇത് ഫ്ലൂറിൻ ഹാസ് 2 shells and the incoming electron has to be accommodated in the second shell. As the radius of the second shell is smaller than that of the third shell, so the incoming electron has to face electronic repulsion due to the increased electron density. So electron gain enthalpy of fluorine is less than that of chlorine. Clear ആയോ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക, എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള 1, 2, 3 ക്വസ്റ്റ്യൻസ്. കാരണം ഇതൊക്കെ എപ്പോഴും പ്രീവിയസ് ഇയേഴ്സിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. ഇനി അടുത്തതും ഇതേപോലെ ഇതൊക്കെ ഞാനുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ് നമ്മുടെ ക്ലാസ്സിൽ.
എന്നാലും എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ വെച്ചിട്ടാണ് സെയിം ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും പറയുന്നത്. ദ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ആനയോണിക് റേഡിയസ് ഇസ് more than cationic radii. Anionic radii is more than cationic radii. അപ്പോൾ നമുക്ക് ആനയോൺ എന്താ കാറ്റയോൺ അറിയണം അല്ലേ? അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും പറയുന്നത് എന്താ വെച്ചാൽ പുതിയതായി ക്ലാസ് കാണുന്നവരായാലും റിവിഷൻ ആകുമ്പം എല്ലാം കൺഫ്യൂഷനായി പോകണ്ട. അതുകൊണ്ടാണ് എല്ലാം ബേസ് തൊട്ട് ഞാൻ പറഞ്ഞത്. എക്സ് എന്ന് പറഞ്ഞൊരു ആറ്റം, അതിനൊരു കാറ്റയോണിനെയും ഫോം ചെയ്യാം, ആനയോണിനെയും ഫോം ചെയ്യുക. എന്താ ഫോം ചെയ്യുക? ഒരു കാറ്റയോണിനെയും ഫോം ചെയ്യുക, ഒരു ആനയോണിനെയും ഫോം ചെയ്യുക. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ട്. ഈ ആന എന്നും കാറ്റിനെ കാറ്റ് എന്നും വിചാരിക്കുക. എപ്പോഴും കാറ്റിനെ കാണുമ്പോൾ നമുക്കൊരു ക്യൂട്ട്നെസ്, വാവ് ക്യൂട്ട്, എല്ലാവർക്കും അല്ല, എനിക്കൊന്നും തീരെ ഇഷ്ടമല്ല കാറ്റിനെ, എന്നാലും അധികം ആൾക്കാർക്കും ഫീൽ ചെയ്യും വാവ് ക്യൂട്ട് കാറ്റിനൊക്കെ. അപ്പം കാറ്റയോണിനെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതുകൊണ്ട് കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും. ആനേനെ കാണുമ്പോൾ നമുക്ക് എന്താ ഭയങ്കര പേടിയല്ല, അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി. അപ്പോൾ എന്താ ഇതൊരിക്കലും ആർക്കും ഇത് ഞാനൊരു ആനിമലിന് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ പറയല്ല, ഓൺലി നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഓർമ്മയുണ്ടാവണം, അത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അതിനുള്ള കുഞ്ഞു കോഡാണ് കേട്ടോ. അപ്പോൾ കാറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുക അതിന്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ കോൾഡ് എസ് കാറ്റയോൺ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ കോൾഡ് എസ് ആനയോൺ. ഇനി എങ്ങനെയാണ് ഈ കാറ്റയോണും ആനയോണും ഉണ്ടാകുന്നത് അറിയാം. ഒരാറ്റത്തിൽ എപ്പോഴും പ്രോട്ടോണിൻ്റെ എണ്ണവും പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആളുടെയും നെഗറ്റീവ്ലി ചാർജ്ഡ് ആളുടെയും എണ്ണം എപ്പോഴും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇവിടെ എപ്പോഴും ചേഞ്ച് വരാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ ഇലക്ട്രോണാണ്. കാരണം ഇലക്ട്രോണാണ് ഇങ്ങനെ ചുറ്റി ഓടി നടക്കുന്ന ആൾ. അപ്പോൾ ആ ഓട്ടത്തിൽ ചിലപ്പോൾ അതിന് വേറൊരാളെ വീട്ടിൽ പോവും, ചിലപ്പോൾ അതിന് വേറൊരാളെ വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരും ചെയ്യും. അതാണ് ഈ ഇലക്ട്രോണിൻ്റെ ഒരു സ്വഭാവം. അപ്പം ഒരാറ്റത്തിൻ്റെ കയ്യിൽ ന്യൂട്രലായിട്ട് നിൽക്കുക, രണ്ട് പ്രോട്ടോണും ഇലക്ട്രോണും ഒരുപോലെ നിൽക്കുമ്പം ചില സമയത്ത് പ്രോട്ടോൺ എന്ത് ചെയ്യുന്നത് ഇവരെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകും. അപ്പോൾ ആദ്യം 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും ഉണ്ടായിരുന്നു. ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത് വേറൊരു വീട്ടിലേക്ക് പോയി കളയും. അപ്പം എന്താവും 5 പ്രോട്ടോണും 4 ഇലക്ട്രോണും. അപ്പോൾ 5 പ്ലസ് ചാർജും 4 നെഗറ്റീവ് ചാർജുള്ളൂ. അപ്പോൾ ആരവിടെ കൂടുതൽ നിൽക്കുന്നത്? പ്ലസ്. അതാണ് കാറ്റയോൺ. അതായത് വെൻ ദി ലോസ് ഓഫ് ഇലക്ട്രോൺ എന്താക്കും? ഒരു കാറ്റയോണിനെ ഫോം ചെയ്യും അല്ലേ? ഇനിയിപ്പോൾ നേരെ തിരിച്ചിരിക്കും. അതായത് 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും ഉള്ള ആളാണ്. ഈ ഇലക്ട്രോൺ വേറൊരാളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ എത്രയും 6 ഇലക്ട്രോൺ. അപ്പം എന്ത് പറ്റി? ഇവിടെ ഒരാൾ കൂടി. അപ്പോൾ ഇനി ആനയോൺ നമുക്കറിയാം. ഇനിയിപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടിയപ്പോഴാണ് എന്ത് വന്നത്? നമുക്കൊരു ആനയോണിനെ കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറഞ്ഞത്? ആനയോണിക് റേഡിയസ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് കാറ്റയോണിക് റേഡിയസ്. അപ്പോൾ നമ്മൾ നോക്കാം ആനയോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ആനയോൺ ഈസ് ഫോം ബൈ ദി ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ ആഡിങ് എക്സ്ട്രാ ഇലക്ട്രോൺ അല്ലേ? ആനയോൺ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ ആഡിങ് എക്സ്ട്രാ ഇലക്ട്രോൺ. ദ നെറ്റ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്. അതായത് ഇപ്പോൾ നമുക്ക് 2 പ്രോട്ടോൺ വെച്ച് വരാം. 2 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, 2 ഇലക്ട്രോണും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 പ്രോട്ടോണിന് ഈ 2 ആൾക്കാരെ അട്രാക്ട് ചെയ്ത് പിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് കുഴപ്പമില്ല എനിക്ക്. ഈ ഒരാളും കൂടെ വരുമ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ഈ ചാർജ് എന്ത് പറ്റും? ഇയാൾക്കും കൂടെ അട്രാക്ട് ചെയ്യുമ്പോൾ ഇവർ മൊത്തത്തിലുള്ള അട്രാക്ഷൻ്റെ പവർ അങ്ങ് കുറയും അല്ലേ? മൊത്തത്തിൽ നെറ്റ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ് ഓൺ ദി വാലൻസ് ഷെൽ. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള നെറ്റ് ന്യൂക്ലിയർ ചാർജ്, ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ ചാർജ് ഒന്ന് കുറയും. അപ്പോൾ എന്ത് പറ്റും? കുറയുമ്പോൾ എന്ത് പറ്റും? ഹെൻസ് ദ റേഡിയസ് ഓഫ് ദി ആനയോൺ ഇസ് ഗ്രേറ്റർ ദാൻ ദി പാരൻ്റ് ആറ്റം. പാരൻ്റ് ആറ്റത്തിനെക്കാട്ടും എന്തായിരിക്കും? റേഡിയസ് ഒന്നുകൂടെ കൂടും. കാരണം ആ അട്രാക്ഷൻ അങ്ങ് കുറഞ്ഞു, അപ്പോൾ ഒന്ന് കൂടും. ഇനി അതിൻ്റെ അടുത്ത കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ ദി അതർ ഹാൻഡ് 2 പ്രോട്ടോണ് ഈ 2 ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആണല്ലോ. ഒരു ഇലക്ട്രോൺ പോയി. അപ്പോൾ ഈ 2 ആളും കൂടെ ആരെ പിടിച്ച് വലിക്കും? ഇയാളെ മാത്രം പിടിക്കും. On the other hand, the cations are formed by the loss of electron. This removes the valence shell, and as the number of shells decreases, the radius. അതായത് ചിലപ്പം ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു ഓട്ടോമോസ്റ്റ്. ഈ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്താ? ഷെല്ലിൻ്റെ എണ്ണം അങ്ങ് കുറഞ്ഞു, പിന്നെ നെറ്റ് ന്യൂക്ലിയർ ചാർജ് കൂടി. അപ്പോൾ എന്തായി? the size of the cation decreases. That is the reason why anionic radius is more than that of cationic radius. ഇനി ഇതേ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിക്കാം.
ആനയോണിക് റേഡിയസ് ഓർ കാറ്റയോണിക് റേഡിയസ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് പാരൻറ്റ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക ആനയ്ക്കാണ് വലുപ്പം കൂടുതൽ കാറ്റിനേക്കാൾ. അപ്പോൾ ആനയോണിക് റേഡിയസ് എപ്പോഴും പാരൻറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഇനി റീസൺ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇനി ശ്രദ്ധിച്ചോളൂ, ഓരോരോ പോയിൻ്റായിട്ട് നോക്കിക്കോളൂ. ആനയോൺ ഇസ് ഫോം ബൈ ദി ഇലക്ട്രോൺ ബൈ ദി ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ ആഡിങ് എക്സ്ട്രാ ഇലക്ട്രോൺ. ദ നെറ്റ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ് on the valence shell, hence the radius of the anion is greater than that of the parent atom. On the other hand, the cations are formed by the loss of electron, the net nuclear charge increases, or sometimes the loss of electron is removed from the valence shell, and as the number of shell decreases, the radius of the cation also decreases as compared to the parent atom. മനസ്സിലായല്ലോ? ക്ലിയർ ആണ്. ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ബോറാക്കുന്നില്ല. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നമ്മളൊരു ഗ്രാഫ് വെച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാഫ് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഒരു സിമ്പിളാണ്, ഞാൻ പഠിപ്പിച്ചുതരാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളുവേ. ഇത് കണ്ട ഗ്രാഫ് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാഫ് ഇത് ഞാൻ വരച്ച അത്ര വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും കാര്യം മനസ്സിലായാൽ മതി. ഇത് മാർച്ച് 2011 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്താണ് ഇത്? അറ്റോമിക് നമ്പറാണ്. ഞാൻ എൻ്റെ എളുപ്പത്തിന് A എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് അറ്റോമിക് റേഡിയസ് ആണ്. ഇപ്പോൾ നോക്കൂ എങ്ങനെയാണ്. ലിത്തിയം ബേളിയം ബോറോൺ നമുക്കറിയാം അറ്റോമിക് നമ്പർ അല്ലേ, 3 4 5 6 7 8 9 അതുവരെ എത്തിയിട്ടുണ്ട് നമ്മുടെ. എന്നിട്ട് ഇവർ അറ്റോമിക് റേഡിയസ് അതായത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് നോക്കൂ, അറ്റോമിക് റേഡിയസ് 60 80 100 100 ഇതിങ്ങനെ താഴെ, അതായത് ഗ്രൂപ്പാണ് ലിത്തിയം ബേളിയം ബോറോൺ. ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെയല്ലേ ഗ്രൂപ്പ് പോകുന്നത്, ലിത്തിയം ബേളിയം ബോറോൺ കാർബൺ. അതായത് ഇങ്ങനെ ഗ്രൂപ്പല്ല, പീരിയഡ്. നമ്മുടെ പീരിയഡാണത്. ഗ്രൂപ്പ് പറഞ്ഞാൽ താഴേക്ക്. ഇത് നമ്മുടെ പീരിയഡാണ് അല്ലേ, അക്രോസ് ദ പീരിയഡാണ്. അപ്പോൾ നമുക്കറിയാം അക്രോസ് ദ പീരിയഡ് ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി ഗ്രാഫ്? ഈ ഗ്രാഫിൽ നിന്ന് എന്ത് മനസ്സിലായി? അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഫ്രം ദി ഗ്രാഫ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആസ് ദി അറ്റോമിക് നമ്പർ ഇൻക്രീസസ് the atomic size of the element decreases. Atomic size of this element decreases. അതാണ് നമുക്ക് മനസ്സിലായ കാര്യം. ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടു, മാർച്ച് 2011 ചോദിച്ചു. കാറ്റയോൺസ് ആർ ഓൾവേസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി പാരന്റ് ആറ്റം. ഇതിൻ്റെ ബാക്കിയോട് ഞാൻ എഴുതാഞ്ഞതാ. ആൻഡ് ദി ആനയോൺസ് ആർ ഓൾവേസ് ബിഗർ ദാൻ ദാറ്റ് ഓഫ് ദി പാരന്റ് ആറ്റം. നിങ്ങൾക്കറിയാം, റീസൺ ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത്, യൂസിങ് ദി എബവ് ഫ്രം ദി എബവ് ഹൗ യു അക്കൗണ്ട് ഫോർ ദ അയണൈസേഷൻ എൻതാൽപ്പി ഇൻ ദ പീരിയഡ്. അയണൈസേഷൻ എൻതാൽപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? അപ്പം നമുക്കറിയാം ionization, as the size of the atom decreases down the group, ionization enthalpy also decreases, because ionization enthalpy is defined as the minimum amount of energy needed to remove the most loosely bound electron from an isolated gaseous atom. As the size of an atom decreases, it requires more energy to remove an electron from the outermost shell. So ionization energy decreases with increase in the size of the atom. കാര്യം മനസ്സിലായി. ഗ്രാഫ് കാണുമ്പോൾ അയ്യോ വലിയ ഗ്രാഫ് ഒന്നുമില്ല, ആകെ ചോദിച്ചു അയണൈസേഷൻ എന്തായാലും ഈ സൈസും തമ്മിലുള്ളൊരു വേരിയേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ ഗ്രാഫ് എന്ന് മനസ്സിലായത്? ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതും ഇതേപോലത്തെ ഒരു ഗ്രാഫ് വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും ഇത് ശരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഗ്രാഫ് തന്നേ ഉള്ളൂ. അപ്പോൾ ഇതും മാർച്ച് 2011 തോന്നുന്നുണ്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് വിത്ത് അറ്റോമിക് നമ്പർ ഓഫ് ഫോർ ആൽക്കലി മെറ്റൽ. ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽസ് അല്ലേ. ആൽക്കലി മെറ്റൽസ് ഇസ് ഗിവൺ ബിലോ. കമൻറ്റ് ഓൺ ദി വേരിയേഷൻ ഓഫ് ദി അറ്റോമിക് റേഡിയസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് അവരെ ആറ്റോമിക് റേഡിയേഷനിൽ എന്ത് വേരിയേഷനാണ് കാണിക്കുന്നതെന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം ലിത്തിയം സോഡിയം അത് എങ്ങനെ എഴുതുക? ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, നമുക്കതേ തന്നിട്ടുള്ളൂ. അവരുടെ ആറ്റോമിക് നമ്പർ കൂടുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ആറ്റോമിക് നമ്പർ കൂടുകയാണ് താഴേക്ക് വരുമ്പോൾ. അപ്പോൾ ഇവിടെ എന്ത് വ്യത്യാസമാണ് വരുന്നത്? ആറ്റോമിക് റേഡിയസ് ഇസ് ഇൻക്രീസ്. നമുക്കറിയുന്ന കാര്യം തന്നെ. അപ്പോൾ ഇവരിത് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഇതിനെ ബേസ് ചെയ്തിട്ട്. സോ നമ്മൾ എന്തെഴുതും? The atomic radius of alkali metal increases down the group, or atomic radius of the alkali metal increases with increase in atomic number or down the group.
We know that as we go down, the size of an atom increases. This is because the number of shell, number of shell or the number of principal quantum energy level increases. As the number of shell increases, the size of an atom increases. That is why atomic radius. അപ്പം സൈസ് കൂടുന്നതനുസരിച്ച് the atomic radius of the atom also increases. Clear ആണല്ലോ? ഇനി അടുത്തത്, വാട്ട് ഈസ് മെൻ ബൈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പോൾ എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആർ ആറ്റംസ്, അയോൺസ് or molecules having same number of electron, ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ആറ്റംസിനെയോ അയോൺസിനെയോ മോളിക്യൂൾസിനെയോ പറയുന്ന പേരാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക്. ഇനി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, O2 മൈനസ് ഫ്ലൂറൻ F മൈനസ് ആണ്, F മൈനസ് Mg2+, Al2+, Na+. ഇതിൽ ആരൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക് ആണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സെലക്ട് ദ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പോൾ നമുക്ക് നോക്കണം ഓരോ എലിമെൻറ്റിൻ്റെയും എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കണം. O2 മൈനസിൻ്റെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നമുക്കറിയാം ഓക്സിജൻ 8 ആണ് ആറ്റോമിക് നമ്പർ. 8 ആറ്റോമിക് നമ്പർ പറയുമ്പോൾ 8 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? കാണുന്നില്ല, ഓക്കെ. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് ഓക്സിജൻ 2 മൈനസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 8 ഇലക്ട്രോൺ ഉണ്ടാവും. 2 മൈനസ് എന്ന് പറയുമ്പം 2 ഇലക്ട്രോൺ അതിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട് അല്ലേ, 2 മൈനസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ രണ്ടെണ്ണത്തിനെയും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര 10 ഇലക്ട്രോൺ. ഓക്കെ. F മൈനസ് ഫ്ലൂറിൻ നമുക്കറിയാം 9 ആണ് അറ്റോമിക് നമ്പർ. അപ്പം 9 ഇലക്ട്രോൺ പ്ലസ് 1 ഇലക്ട്രോൺ, അപ്പോൾ 10 ഇലക്ട്രോൺ കിട്ടി. ഇനി Mg2+ ആണ്. Mgൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പം 12, ഇവിടെ 2 ഇലക്ട്രോൺ കുറവാണ്. അപ്പോൾ ഇവിടെ 2 പോസിറ്റീവ് ചാർജിൻ്റെ അർത്ഥം എന്താ? 2 ഇലക്ട്രോൺ കുറവാണ്. അപ്പോൾ 2 മൈനസ് 2 ഇലക്ട്രോൺ ആകുമ്പോൾ ഇവിടുത്തെ 10 ഇലക്ട്രോൺ. അലൂമിനിയം 2+, അലൂമിനിയം 13 ആണ്. 13 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 11 ഇലക്ട്രോൺ ആണ്. Na+ എന്ന് പറയുന്നത് നമുക്കറിയാം സോഡിയം, ഇറ്റ് ഈസ് 11 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ 1 ഇലക്ട്രോൺ പോയത് കൊണ്ടാണ് അവിടെ പ്ലസ് ചാർജ്. അപ്പോൾ 10 ഇലക്ട്രോൺ. അപ്പോൾ 10 ഇലക്ട്രോണുള്ള ആരൊക്കെയുണ്ട്? O2 മൈനസ്, F മൈനസ്, Mg2+, O2 മൈനസ്, F മൈനസ്, Mg2+ ആൻഡ് Na+. ഇവരൊക്കെ എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതിയില്ല. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടെ 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴുള്ള ഒരു ഹെൽപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെയും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പം എങ്ങനെ എന്തൊക്കെ പോയിൻറ്റ്സ് എഴുതണം എന്നുള്ളൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാവാത്തവരെ കമൻസിലിട്ടോളൂ. ഡൗട്ടുകളുള്ളതൊക്കെ മെയിൽ ചെയ്തോളൂ, easychemistryclass@gmail.com. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുത്ത് കൊടുക്കുക. താങ്ക് യു.